അപ്പോൾ അവിടെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇപ്രകാരം പറഞ്ഞു, എന്റെ ഭാര്യ അടുത്തിടെ എന്നോട് ഡാൻസ് പഠിക്കുന്ന കാര്യം ചോദിച്ചു. ഞാൻ അപ്പോൾ അവളോട് നവ്യാനായിരുന്നു പഠിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ എന്റെ അടുത്തുള്ള മാധ്യമപ്രവർത്തനം പറയുകയാണ്, അഖിൽ അപ്പൊ ആ കുട്ടികളൊക്കെ പല കാര്യങ്ങളും കൈയടിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം മാധ്യമപ്രവർത്തനം പറഞ്ഞു, അഖിൽ ഇപ്പോൾ പറഞ്ഞ സ്ത്രീ വരുന്നത് കേട്ട് പെൺകുട്ടികൾ അടക്കം കൈയടിക്കുകയാണ്. അഖിൽ ഭാര്യയ്ക്ക് അനുമതി കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തിനാണ് അനുമതി കൊടുക്കേണ്ട കാര്യം? എനിക്ക് അവനോട് ചോദിക്കാനുണ്ടായിരുന്നത്, അവന്റെ ഭാര്യ നാട്ടുകാരുടെ ചോദിച്ചിട്ടായിരിക്കും പോകുന്നത്, എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്റെ ഭാര്യ എന്നോട് അല്ലേ ചോദിക്കേണ്ടത്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ മര്യാദയ്ക്ക് ഞാൻ മറുപടി പറഞ്ഞു. ഈ അനുമതി ചോദിക്കുക അല്ലെങ്കിൽ ഒരാളോട് ഒരു കാര്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞാലും ഇത് ഒരാളുടെ മുകളിലായതുകൊണ്ട് ഒരാൾ മറ്റൊരാളുടെ താഴെ ആയതുകൊണ്ടൊന്നുമല്ല. സ്നേഹവും ബഹുമാനവുമാണ് അതിനുള്ള കാരണം. അപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് പല കാര്യങ്ങളും ഞാൻ ചെയ്തോട്ടെ, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുടുംബമില്ലാതാകും. ഈ സ്ത്രീകൾ, കുട്ടികൾ എന്നിവരൊക്കെ അനുവാദം ചോദിക്കുന്നത്, അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളെ എതിരഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അവരിൽ പല ആളുകളും കാലങ്ങളായിട്ട് അങ്ങനെയാണ്, സ്വതന്ത്രമായിട്ട് ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ടേക്ക് വരാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും പലപ്പോഴും ഒരു പ്രായം വരെ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. വീണ്ടും അവർക്ക് ഒരു ഡൗട്ടുണ്ട്, ഒരു സെൽഫ് ഡൗട്ടുണ്ട്. ഇപ്പം ഡാൻസ് പഠിക്കാൻ പോയിക്കോട്ടെ, ആഗ്രഹം ഉണ്ടെങ്കിൽ പോകാനായിട്ടുള്ള ആവതൊക്കെ ഇന്നത്തെ സ്ത്രീകൾക്കുണ്ട്. എന്നാലും ചോദിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഭാഗത്ത് നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നീ ഡാൻസ് പഠിക്കാൻ പോകും, നീ നന്നായിട്ട് പോയി പഠിക്കുക, അവിടെ പോയാൽ നന്നായിരിക്കും, നിനക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ള മറുപടി കേൾക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പല ആളുകളും പെർമിഷൻ ചോദിക്കുന്നത്. അല്ല, ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണ്, നീ ഡാൻസ് ഒന്നും പഠിക്കാൻ വേണ്ടി പോകണ്ട, നീ അത് സ്ഥിരപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നീ അവിടെയും പോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ നിർത്തും. അപ്പോൾ അവരെന്ത് പറയും തിരിച്ച്? അപ്പോൾ അവർ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരും, ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടി പോകും, എനിക്ക് പൈസ ഉണ്ട്, ഞാൻ പോയി നോക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവർ പോകും. പലപ്പോഴും ഈ പെർമിഷൻ ചോദിക്കലും പരിപാടിയൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഒരു കാലത്ത് വലിയ കാര്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെർമിഷൻ ചോദിക്കുന്ന കാര്യമൊക്കെ ആളുകൾ പറയുന്ന സമയത്ത് അവിടെ കയറി സ്ത്രീ വിരുദ്ധതയൊക്കെ ആരോപിക്കരുത്, ഡയറക്റ്റ് എടുത്തടിച്ച് ആരോപിക്കരുത്. പാർട്ണർഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ആ മൊത്തം മെസ്സാവും.